യഥാർത്ഥത്തിൽ ഇപ്പോഴും അമേരിക്കയെയും ഇസ്രായേലിനെയും വലിയ പ്രയാസത്തിലാക്കിയിരിക്കുന്നത് ഇറാന്റെ തിരിച്ചടി ഉണ്ടാകും. പക്ഷേ അത് എപ്പോഴാണ്, ഏത് രീതിയിലായിരിക്കും എന്നത് തന്നെയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ഇറാന്റെ UN വക്താവ് പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നു, വൈൽ their eyes are focused on radar screens, അമേരിക്കയും അതുപോലെ ഇസ്രായേലും ഒക്കെ റഡാർ സ്ക്രീനുകളിൽ അവരെ കണ്ണുകൾ പതിപ്പിച്ചിരിക്കുകയാണ്. അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് റഡാറിലേക്ക് ഇറാന്റെ തിരിച്ചടി എപ്പോൾ സംഭവിക്കുന്നു എന്ന്. പക്ഷെ അദ്ദേഹം പറയുന്നു, ദേ മേ ഫേസ് സർപ്രൈസ് ഫ്രം ദി ഗ്രൗണ്ട് ആൻഡ് പോസിബിലി ഫ്രം ദി സ്കൈ. ഒരുപക്ഷെ അത് സംഭവിക്കുന്നത് അവരുടെ റഡാറുകൾക്ക് കണ്ടെത്താൻ കഴിയുന്ന രൂപത്തിലായിരിക്കില്ല, അത് ഗ്രൗണ്ടിൽ നിന്നായിരിക്കും ആക്രമണം സംഭവിക്കുക. അതുപോലെ പോസിബിൾ ആയ രൂപത്തിൽ ആകാശത്തു നിന്നും സംഭവിക്കാം. പക്ഷെ എല്ലാം സർപ്രൈസ് ആയിരിക്കും. അവരൊരിക്കലും ചിന്തിക്കാത്ത രീതിയിൽ പെട്ടെന്നുള്ള ഒരു ആഘാതമായിരിക്കും സംഭവിക്കുക എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ടൈമിംഗ് ആൻഡ് മാനർ ഓഫ് ഇറാൻസ് റെസ്പോൺസ് വിൽ ബി കെയർഫുള്ളി പ്ലാനഡ്. ഇറാന്റെ ടൈമും അതുപോലെ ആക്രമണ രീതിയുമെല്ലാം അത് വളരെ ശ്രദ്ധയോടുകൂടെയാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻഷുവർ ഇറ്റ് അക്വേഴ്സ് അറ്റ് ദി മൂമെന്റ് ഓഫ് മാക്സിമം സർപ്രൈസ്. ഈ ഒരു തിരിച്ചടി അവർക്ക് മുന്നിൽ കഴിയുന്ന അത്രയും പെടുന്നനെയുള്ള, അതായത് ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു ആക്രമണമായിരിക്കും സംഭവിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയത്ത് ഇത് തന്നെയാണ് അമേരിക്കയെയും ഇസ്രായേലിനെയും ഇപ്പോൾ ഏറ്റവും കൂടുതൽ തളർത്തിയിരിക്കുന്ന കാര്യം. എങ്ങനെയായിരിക്കും തിരിച്ചടി എന്നത്? ഗ്രൗണ്ട് ഫോഴ്സ് ഇറങ്ങുക എന്ന് പറയുമ്പോൾ എവിടെ നിന്നായിരിക്കും ഇത്? ലബനാനിൽ നിന്നാണോ, അതോ ഭൂമിക്ക് അടിയിൽ നിന്നാണോ, അതോ ഗസയിൽ നിന്നായിരിക്കുമോ? ഇങ്ങനെയെല്ലാമുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുകയാണ്. എന്നാൽ ഈ ആക്രമണങ്ങളുടെ നീക്കങ്ങളൊന്നും നിരീക്ഷിക്കാൻ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സാറ്റലൈറ്റുകൾക്ക് സാധിക്കുന്നില്ല. കാരണം ഭൂമിക്കടിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇറാന്റെയും അതുപോലെ തന്നെ ലബനാനിലെ ഹിസ്ബുള്ളയുടെയും അതുപോലെ ഹമാസിന്റെയും പ്രവർത്തനങ്ങളെ സാറ്റലൈറ്റുകൾക്ക് നിരീക്ഷിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു വലിയൊരു പ്രതിസന്ധിയാണ് ഈ വിഷയത്തിൽ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും മുന്നിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം അതിശക്തമായ രൂപത്തിലാണ് ഇപ്പോൾ ഹിസ്ബുള്ളയുടെയും അതുപോലെ തന്നെ ഹൂത്തികളുടെയും ഒക്കെ ഹമാസിന്റെയും ഒക്കെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഫൂട്ടേജുകൾ, വീഡിയോ ഫൂട്ടേജുകൾ അത് വലിയ ഗുരുതരമായതാണ്. ഇസ്രായേലിന്റെ വടക്ക് ഭാഗത്ത് ഇപ്പോൾ സിവിലിയന്മാർ താമസിക്കുന്ന ഭാഗത്തേക്ക് തന്നെ ഹിസ്ബുള്ളയുടെ ശക്തമായ ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വീടുകൾ ധാരാളം തകർന്നുകൊണ്ടിരിക്കുകയാണ്. കെട്ടിടങ്ങൾ പോലും, വലിയ കെട്ടിടങ്ങൾ പോലും ഇപ്പോൾ ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഗസയിലെ ബിൽഡിങ്ങുകൾ തകർന്ന അതേ രീതിയിൽ തകരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ട്. കാരണം ഹിസ്ബുള്ള ഇപ്പോൾ ഉപയോഗിക്കുന്നത് അതിമാരകമായ, കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയതും അതുപോലെ പ്രഹരശേഷി കൂടുതലുമായ മിസൈലുകളാണ് എന്നത് തന്നെയാണ് ഇതിന്റെ കാരണം. എന്നാൽ അതിൽ ചിലതെല്ലാം അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഇനിയും വെളിപ്പെടുത്താത്ത ധാരാളം ആയുധങ്ങൾ ലബനാനിലെ ഹിസ്ബുള്ളയുടെ അടുക്കലുണ്ട്. അതേപോലെ തന്നെ ഇന്നലെയുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്, ഇസ്രായേലിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന 2 കപ്പലുകളെയാണ് ഇന്നലെ ഹൂത്തികൾ തകർത്തിരിക്കുന്നത്. ഏകദേശം അദൻ കടലിൽ നിന്നും 57 നോട്ടിക്കൽ മൈൽ ദൂരെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. അതായത് ബാബുൽ മന്ദബ് ഇവിടെയാണ്. അദൻ കടലിൽ ഏകദേശം യമനിന്റെ ഭാഗത്തു നിന്നും 57 നോട്ടിക്കൽ മൈൽ ദൂരെയാണ് ഈ ഒരു കപ്പൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ആക്രമണം ഹൂത്തികൾ ഇതുവരെ നടത്തിയ 111ാമത്തെ അറ്റാക്കാണ്. അതേപോലെ ഇന്നലെ നമുക്ക് മറ്റൊരു ആക്രമണം കൂടെ കാണാൻ സാധിക്കും. പടിഞ്ഞാറ് ഭാഗത്തുള്ള ഹുദൈദയിൽ നിന്നും 77 നോട്ടിക്കൽ മൈൽ, അതായത് നേരത്തെ നമ്മൾ കണ്ടിരുന്നത് ഈ ഭാഗത്തായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇത് ചെങ്കടലിന്റെ ഉള്ളിലേക്ക്, അതായത് ബാബുൽ മന്ദബ് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ്. ഇവിടെ വെച്ചാണ് ഏകദേശം യമനിന്റെ ഹുദൈദയിൽ നിന്നും 77 നോട്ടിക്കൽ മൈൽ ദൂരെയാണ് ഈ ഒരു കപ്പൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. 2 ബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കപ്പലിനെ ആക്രമിച്ചത് എന്നാണ് വാർത്തയിൽ സൂചിപ്പിക്കുന്നത്. ഇത് യമനികൾ നടത്തിയ 110ാമത്തെ കപ്പൽ ആക്രമണമാണ് എന്നാണ് ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ യമനികൾ കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ RQ-9 റീപ്പർ എന്നറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട, അതായത് $30 മില്യണിലധികം ചെലവ് വരുന്ന അമേരിക്കയുടെ ഡ്രോണാണ്. ഈ ഡ്രോൺ കൊണ്ട് അറ്റാക്ക് ചെയ്യാനും അതേപോലെ തന്നെ നിരീക്ഷണത്തിന്, രഹസ്യാന്വേഷണ വിഭാഗത്തിനെല്ലാം ഉപയോഗിക്കുന്ന ഡ്രോണുകളാണ്. ഈ ഡ്രോണാണ് കഴിഞ്ഞ ദിവസം യമനികൾ അവരുടെ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തകർത്തിരിക്കുന്നത്. അതിന്റെ വീഡിയോ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ കാണാം.
വളരെ കൃത്യമായി ഡ്രോണിനെ തകർക്കുന്ന പ്രതിരോധ സംവിധാനത്തിൽ ഉപയോഗിച്ച മിസൈൽ കൊണ്ട് തകർക്കുന്ന ചിത്രമാണ് കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ അവശിഷ്ടങ്ങളാണ്, ഡ്രോണിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ പിക്ചറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിന് ഏകദേശം 30 മില്യൺ ഡോളറാണ് ചെലവ് വരുന്നത്. MQ-9 റീപ്പർ എന്നാണ് ഈ ഡ്രോണിന് അറിയപ്പെടുന്നത്. വളരെ വളരെ കൃത്യമായിട്ടാണ് ആ ഡ്രോണിനെ ആക്രമിക്കുന്നത്. ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും. ൊപ്പം ചേർത്ത് പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, കഴിഞ്ഞ ദിവസം സിൻവാർ, അതായത് ഹമാസിന്റെ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ചീഫാണ് അദ്ദേഹം യഹ്യ സിൻവാർ പറഞ്ഞിരിക്കുന്നത് 10,000 ഹമാസിന്റെ പോരാളികളെങ്കിലും ഇസ്രയേലിന് അകത്തുണ്ട് എന്നാണ്. അവർ എന്തിനും തയ്യാറായി പോരാട്ടത്തിനൊരുങ്ങി 10,000 അവരുടെ ഹമാസിന്റെ പോരാളികൾ ഇസ്രയേലിന് അകത്തുണ്ട് എന്നാണ്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഒരു ഗ്രൗണ്ട് ഫോഴ്സ് തന്നെ അവിടെ ആക്രമണം നടത്താൻ പോകുന്നു എന്നതിൻ്റെ ചില സൂചനകളാണ് മാത്രം. എന്നാൽ ഇതിനിടയിലാണ് നമുക്കറിയാം ചർച്ചകൾ നടക്കുന്നത്. അതായത് വെടിനിർത്തലിന്റെ സാധ്യതകളെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി, അതായത് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട, അതുപോലെ അവരുടെ ഹോസ്റ്റേജിനെ, ഇസ്രായേലിന്റെ ഹോസ്റ്റേജിനെ കൈമാറുക, ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്നതിനിടയിൽ ചർച്ചയിൽ ഒരു ആവശ്യത്തിന് വേണ്ടി ഈ ഹമാസ് നേതാവ് യഹ്യ സിൻവാറിനെ മിസ്റിന്റെ പ്രതിനിധി, ഈജിപ്തിന്റെ പ്രതിനിധി ഫോൺ ചെയ്യുകയുണ്ടായി. പക്ഷേ ഈ ഫോൺ യഹ്യ സിൻവാർ അറ്റൻഡ് ചെയ്തിട്ടില്ല. അതിന്റെ കാരണം പറഞ്ഞിരിക്കുന്നത്, ഈ അറ്റൻഡ് ചെയ്യുമ്പോൾ എവിടെയാണ് സിൻവാർ ഉള്ളത് എന്ന് അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം അവരുടെ ചാര വിമാനങ്ങളും ഡ്രോണുകളും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ നിന്നാണ് യഹ്യ സിൻവാറിന്റെ സിഗ്നൽ വരുന്നത്, ആ ഫോൺ അറ്റൻഡ് ചെയ്താൽ ഉടനെ തന്നെ ആക്രമണം വരും എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇതിന് കാരണമായി പറഞ്ഞിരിക്കുന്നത്, ഇതുപോലെയാണ് 2 ഹമാസിന്റെ നേതാക്കളെ ഇസ്രയേൽ വധിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അമേരിക്ക വധിച്ചിട്ടുള്ളത്. അതിന് കാരണമായിരിക്കുന്നത് ഇതുപോലെ ഫോൺ അറ്റൻഡ് ചെയ്തതായിരുന്നു. ഈ അറ്റൻഡ് ചെയ്യുന്നതിലൂടെ അവരുടെ ശബ്ദത്തിന്റെ തരംഗങ്ങൾ കൃത്യമായി എവിടെയാണെന്ന്, അതായത് ഈ വ്യക്തികൾ എവിടെയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിലൂടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് ആക്രമണം നടത്തിക്കൊണ്ടാണ് അവർ ആക്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് യഹ്യ സിൻവാറിനെ എങ്ങനെയെങ്കിലും ലക്ഷ്യം വെക്കാനുള്ള അവസരമാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രയേലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ യഹ്യ സിൻവാറിനെ വധിക്കാൻ സാധിച്ചാൽ തീർച്ചയായും അവർ പിന്നീട് യുദ്ധം ഒരുപക്ഷെ അവസാനിപ്പിക്കും. ഏകദേശം വലിയ ലക്ഷ്യം പൂർത്തിയായി എന്ന് ലോകത്തിന് മുന്നിൽ അവർക്ക് പ്രഖ്യാപിക്കാൻ അതിലൂടെ സാധിക്കും. അതുകൊണ്ട് തന്നെ യഹ്യ സിൻവാറിനെ ലഭിക്കുക, അദ്ദേഹത്തെ വധിച്ചു കളയുക എന്നത് ഇസ്രയേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം തന്നെയാണ്. കാരണം മറ്റു ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുത്തില്ലെങ്കിൽ പോലും ഈ ഒരു കാര്യം അവർക്ക് സാധിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ അല്പമെങ്കിലും ലജ്ജയില്ലാതെ, അതായത് പരാജയം സമ്മതിക്കാതെ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രയേലിന് സാധിക്കും.